ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഷോക്കേസിൽ എന്താ നോക്കേണ്ട ഒരു പൂതി. അങ്ങനെ ഫസ്റ്റ് തന്നെ എന്റെ കരണ്ട് പോയി എടുക്കിയത് ഈ ഒരു പാട്ട്. കാരണം ബാക്കിയുള്ള എല്ലാ പാട്ടിലും ഓൾമോസ്റ്റ് നിറച്ച സാധനം ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. ആൻഡ് ഇതിൽ കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരു അനാഥനായ ഹെയർ ബോ, പിന്നെ കുറെ ചൊട്ടയുടെ കളക്ഷൻ. ഇനി അഥവാ ഞാൻ കൈമാറി വരെ ചൊട്ടയുടെ കളക്ഷനിലാണ് പോയി കൈയിട്ടെന്ന് എനിക്ക് ഡൗട്ട് അടിക്കും. പിന്നെ ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടി. ഇത് മറ്റേ KFCയുടെ ലോഗോലായ അപ്പാപ്പനെ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു അന്ന് കയ്യിൽ ക്ലേ കിട്ടിയതിന്റെ ആക്രാന്തത്തിൽ എന്തുണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോഴാണെങ്കിൽ ഈ സാധനം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് തന്നെ അറിയില്ല. ഇത് മറ്റേ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കി, പക്ഷേ മീശയ്ക്ക് ഇച്ചിരി കട്ടുപിടിപ്പോയി. പിന്നെ ബാക്കി വന്ന കുറച്ച് ക്ലേനെ കൊണ്ട് ഞാൻ ഹെയർ ക്ലിപ്പ് പോലെ ഉണ്ടാക്കാൻ നോക്കിയത്. ഇത്രയും വീട്ടിലുള്ള ഹെയർ ക്ലിപ്പ് ആരെയും തല. പിന്നെ എനിക്കൊരു വികലാംഗനായ ആമനെ, ഇതിന് ഇടത് കൈയും തലയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സാധനം ഞാൻ എന്ത് ഉദ്ദേശം ഉണ്ടാക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. ഒരു ഫ്ലോപ്പ് ആയിട്ട് എന്നൊക്കെ പറയാം. പിന്നെ എനിക്ക് ഡബ്ബെന്ന് ഒരു പുഴുവിനെ പോലത്തെ സാധനം ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് നമ്മുടെ ആമയുടെ കാണാതായ തലയാണെന്ന് മനസ്സിലായി. തലയെടുത്ത ആമയ്ക്ക് വെച്ചു കൊടുക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് ഇൻസ്പയർഡ് ആയിട്ട് അതിഥി ഉണ്ടാക്കിയ ആമനെ എനിക്ക് കിട്ടി. ഇതെന്ത് ഇതിനകത്ത് ഫുള്ള് പൊട്ടയുള്ളൂ. അതിന്റെ കൂടെ എനിക്കൊരു പേപ്പറും കിട്ടി. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ആ പേപ്പറിന്റെ ഉള്ളിൽ എന്താ നോക്കാൻ വല്ലാത്തൊരു ആക്രാന്തം. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ അതിഥിയുടെ ടീച്ചേഴ്സിന്റെ എല്ലാം പേരും സൈനുമാണ്. പിന്നെ ഒരു ബാൻഡേഡും കുറെ അല്ലറ ചില്ലറ പൊട്ടിയ ഹെയർ ആക്സസറീസും. ഇത്ര അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ.